അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഹിന്ദുമതം. മറ്റേതു മതം എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ഏകദൈവ വിശ്വാസികളാണ്. ഹിന്ദുമതത്തിൽ മാത്രമാണ് ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഹിന്ദുമതത്തിലെ ദൈവങ്ങൾ ആരൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്പർ 90, ലോർഡ് കാമദേവ. ഹിന്ദുമതത്തിന്റെ സ്നേഹത്തിന്റെയും ആഗ്രഹത്തിന്റെയും ആകർഷണത്തിന്റെയും ദേവനാണ് കാമദേവൻ. ഇന്ദ്രതയുടെ ദേവതയായ രതിയാണ് ഈ ദേവന്റെ ഭാര്യയായി കൂടെയുള്ളത്. കാമദേവനെ ബ്രഹ്മാവിന്റെ മനസ്സിൽ ജനിച്ച പുത്രനായോ ചില ഗ്രന്ഥങ്ങളിൽ വിഷ്ണുവിന്റെയും ലക്ഷ്മിയുടെയും പുത്രനായോ കണക്കാക്കപ്പെടുന്നു. നമ്പർ 80, ലോർഡ് കൽക്കി. ഹിന്ദു ദൈവമായ വിഷ്ണുവിന്റെ 10ാമത്തെയും അവസാനത്തെയും അവതാരമാണ് കൽക്കി. വൈഷ്ണവ പാരമ്പര്യം അനുസരിച്ച് അനീതിയെ നശിപ്പിച്ച് സത്യുഗം കൊണ്ടുവരുന്നതിനായി നിലവിലെ യുഗത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. കൽക്കി ശരിക്കും അഴിമതിക്കാരായ ഭരണാധികാരികളെ സ്വച്ഛാധിപതികളെ പരാജയപ്പെടുത്തുമെന്നും വിശ്വസിക്കുന്നു. നമ്പർ 70, ലോർഡ് അയ്യപ്പ. ധർമ്മശാസ്താവ് അല്ലെങ്കിൽ മണികണ്ഠൻ എന്നും അറിയപ്പെടുന്ന അയ്യപ്പൻ ദക്ഷിണേന്ത്യയിൽ ഏറെ ആദരിക്കപ്പെടുന്ന ഒരു പ്രമുഖ ഹിന്ദു ദൈവമാണ്. ശിവന്റെയും വിഷ്ണുവിന്റെയും സന്തതികൾക്ക് മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ എന്ന വരം ലഭിച്ച അസുരയായ മഹിഷിയെ പരാജയപ്പെടുത്താനാണ് അയ്യപ്പൻ ജനിച്ചത്. അദ്ദേഹം നീതിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും സത്യത്തിന്റെയും ദൈവം കൂടിയാണ്. നമ്പർ 60, ലോർഡ് കാർത്തികേയ. മുരുകൻ, സ്കന്ദൻ, സുബ്രഹ്മണ്യൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന കാർത്തികേയൻ യുദ്ധം, വിജയം, ജ്ഞാനം, യുവത്വം എന്നിവയുടെ ദൈവമാണ്. ദിവ്യസൈന്യങ്ങളുടെ പരമോന്നത സൈനാധിപനായ അദ്ദേഹം ശിവന്റെയും പാർവതി ദേവിയുടെയും മകനും ഗണപതിയുടെ സഹോദരനുമാണ്. മുരുകന്റെ കയ്യിലുള്ള ആയുധം അമ്മയായ പാർവതി സമ്മാനിച്ചതും ഇത് ബുദ്ധിയെയും അജ്ഞതയുടെ നാശത്തെയും കാണിക്കുന്നു. നമ്പർ 50, ലോർഡ് അഗ്നി. ഹിന്ദുക്കളുടെ ആദിമ അഗ്നിദേവനായ അദ്ദേഹം മനുഷ്യവർഗത്തിനും സ്വർഗത്തിനും ഇടയിലുള്ള ദിവ്യദൂതനായി ആരാധിക്കപ്പെടുകയും ദൈവങ്ങൾക്ക് ഭൂമിയിലെ യാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ശുദ്ധീകരണം, പരിവർത്തനം, ജീവശക്തി എന്നിവയെ പ്രതീകപ്പെടുത്തുന്ന അദ്ദേഹം ജീവിതത്തിന്റെ വെളിച്ചത്തെ കാണിച്ചു കൊടുക്കുന്നു. ഋഗ്വേദത്തിൽ ഇന്ദ്രന് ശേഷം 2ാം സ്ഥാനത്താണ് അഗ്നിയെ കാണിക്കുന്നത്. നമ്പർ 14, ഗോഡസ് ലക്ഷ്മി. ഹിന്ദുക്കളുടെ പ്രധാന ദേവതയായ ലക്ഷ്മി ദേവി സമ്പത്ത്, ഭാഗ്യം, ശക്തി, സൗന്ദര്യം, ഫലഭൂയിഷ്ഠത, സമൃദ്ധി എന്നിവയുടെ ദേവതയാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ നിത്യപത്നി എന്ന നിലയിൽ കൃപ, സമൃദ്ധി, ആത്മീയ ജ്ഞാനം എന്നിവയുടെ മൂർത്തിഭാവമായ ത്രിദേവികളിൽ ഒരാളുമാണ് അവൾ. സീത, രാധ, രുക്മിണി എന്നീ അവതാരങ്ങളുടെയെല്ലാം ലക്ഷ്മി ദേവി വിഷ്ണുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്പർ 13, ഗോഡസ് ദുർഗ. ഹിന്ദുമതത്തിൽ പ്രപഞ്ചത്തിന്റെ പരമോന്നതയും ഉഗ്രയും സംരക്ഷണാത്മകവുമായ മാതാവാണ് ദുർഗാദേവി. ഇവർ സ്ത്രീശക്തിയാണ് കാണിക്കുന്നത്. മഹിഷാസുരനെ കൊല്ലാനാണ് ദുർഗയെ സൃഷ്ടിച്ചത്. പരമ്പരാഗതമായി അവൾക്ക് 8ഓ 10ഓ കൈകളും അതിൽ ദേവന്മാർ സമ്മാനിച്ച ആയുധങ്ങളുമുണ്ട്. ഇവയെല്ലാം ദിവ്യ ഗുണങ്ങളെയാണ് കാണിക്കുന്നത്. നമ്പർ 12, ലോർഡ് ചന്ദ്ര. സോമൻ എന്നും അറിയപ്പെടുന്ന ഭഗവാൻ ചന്ദ്രൻ ഹിന്ദുക്കളുടെ ആരാധ്യനായ ചന്ദ്രദേവനും നവഗ്രഹങ്ങളിലെ ഒരു പ്രധാന വ്യക്തിയുമാണ്. ഹിന്ദു പുരാണങ്ങളിലും വേദ ജ്യോതിഷത്തിലും മനസ്സിന്റെ ആഴത്തിലുള്ള വികാരങ്ങളെയും സ്ത്രീത്വത്തിന്റെയും മാതൃത്വത്തിന്റെയും സ്വഭാവ സവിശേഷതകളുടെയും മൂർത്തിഭാവമാണ്. ചന്ദ്രനെ ദക്ഷനിൽ നിന്ന് രക്ഷിച്ച് ശിവൻ സ്വന്തം തലയിലാണ് ഈ ദേവനെ അണിഞ്ഞത്. നമ്പർ 11, ലോർഡ് ഗണേശ. ഗണപതി, വിനായകൻ, പിള്ളയർ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഗണേശൻ ഹിന്ദു ദേവാലയത്തിൽ ഏറ്റവും അറിയപ്പെടുന്നതും ഏറ്റവും ആദരണീയവും ആരാധിക്കപ്പെടുന്നതുമായ ദേവതകളിൽ ഒന്നുമാണ്. കൂടാതെ മറ്റേതൊരു ദേവതയും ആരാധിക്കുന്നതിന് മുമ്പ് ഗണേശനെ ആരാധിക്കണമെന്നാണ് പറയപ്പെടുന്നത്. ഗണേശൻ ജൈനർക്കിടയിലും ബുദ്ധമതത്തിനിടയിലും പ്രസിദ്ധമാണ്. നമ്പർ 10, ലോർഡ് യമ. ഹിന്ദുക്കളുടെ മരണത്തിന്റെയും നീതിയുടെയും മരണാനന്തര ജീവിതത്തിന്റെയും ദേവതയാണ് യമരാജൻ. ഹിന്ദു വേദഗ്രന്ഥങ്ങളിലും ബുദ്ധമതത്തിലും വിശാലമായ കിഴക്കൻ ഏഷ്യൻ പുരാണങ്ങളിലും യമനെ പറ്റി വിശദമായി തന്നെ പറയുന്നുണ്ട്. സൂര്യദേവന്റെയും മനസാക്ഷിയുടെ ദേവതയായ സഞ്ജനയുടെ മകനാണ് യമൻ. വേദങ്ങൾ അനുസരിച്ച് മരണപ്പെട്ട ആദ്യത്തെ മനുഷ്യനുമായിരുന്നു യമൻ. നമ്പർ 9, ലോർഡ് ഇന്ദ്ര. ഹിന്ദുമതത്തിൽ പുരാതന വേദങ്ങളിലെ ദേവന്മാരുടെ രാജാവും സ്വർഗത്തിന്റെ അധിപനുമാണ് ഇന്ദ്രൻ. ഇടിമിന്നലിന്റെ മഴയുടെ ദേവതയായ ഇന്ദ്രൻ വൃത്രൻ എന്ന അസുരനെ വധിച്ചതിനാണ് അറിയപ്പെടുന്നത്. പരമ്പരാഗതമായി ദിവ്യരത്നങ്ങൾ ധരിച്ച് വജ്രം പിടിച്ച് ഒരു സ്വർണ്ണ രഥത്തിലോ അല്ലെങ്കിൽ 4 കൊമ്പുള്ള വെളുത്താനയായ ഐരാവതത്തിലോ സഞ്ചരിക്കുന്ന നിലയിലാണ് അദ്ദേഹത്തെ കാണിക്കുന്നത്. നമ്പർ 8, ലോർഡ് ബ്രഹ്മ. ഹിന്ദുക്കളുടെ സൃഷ്ടിയുടെ ദൈവവും ത്രിമൂർത്തികളുടെ ആദ്യ ദേവനുമാണ് ബ്രഹ്മാവും. വിഷ്ണു, ശിവൻ എന്നിവരോടൊപ്പം പ്രപഞ്ചത്തിന്റെയും കാലത്തിന്റെയും എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണ്. കൂടാതെ എല്ലാ വേദാറിവുകളുടെയും ദിവ്യ സ്രോതസ്സായി അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നു. പലപ്പോഴും പ്രപഞ്ചത്തിന്റെ മുത്തച്ഛൻ എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നു. നമ്പർ 7, ഗോഡസ് സരസ്വതി. അറിവ്, സംഗീതം, കല, ജ്ഞാനം, പഠനം എന്നിവയുടെ ആരാധിക്കപ്പെടുന്ന ഹിന്ദു ദേവതയാണ് സരസ്വതി. ത്രിദേവിയുടെ ഒരു പ്രധാന അംഗമായും ബ്രഹ്മാവിന്റെ പത്നിയായും അറിയപ്പെടുന്ന അവൾ ബോധത്തിന്റെയും സംസാരത്തിന്റെയും സൃഷ്ടിപരമായ ഊർജത്തിന്റെയും ദേവതയും കൂടിയാണ് കാണിക്കുന്നത്. നവരാത്രിയാണ് സരസ്വതി ആരാധിക്കുന്നതിനുള്ള പ്രധാന ദിവസങ്ങൾ. നമ്പർ 6, ഗോഡസ് കാളി. കാലം, അന്ത്യദിനം, മരണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉഗ്രയും പരമോന്നതവുമായ ഹിന്ദു ദേവതയാണ് കാളി. എന്നിരുന്നാലും സ്നേഹനിധിയായ ദിവ്യ മാതാവായും കാളിയെ ബഹുമാനിക്കുന്നു. മനുഷ്യന്റെ അഹങ്കാരത്തെ നശിപ്പിക്കാനും അജ്ഞതയെ കീഴടക്കാനുമാണ് കാളിദേവി ഈ ഉഗ്രരൂപം സ്വീകരിച്ചത്. രക്തബീജ എന്ന അസുരനെ കൊന്നതിലാണ് ദേവി അറിയപ്പെടുന്നത്. നമ്പർ 5, ലോർഡ് ഹനുമാൻ.
ശ്രീരാമനോടുള്ള അചഞ്ചലമായ ഭക്തി, അപാരമായ ശാരീരിക ശക്തി, അതിരറ്റ ധൈര്യം എന്നിവയിൽ ആരാധിക്കപ്പെടുന്ന ഒരു ഹിന്ദു ദൈവമാണ് ഹനുമാൻ. ഹനുമാനെ സംരക്ഷണത്തിനും ശക്തിക്കും തടസ്സങ്ങളും നീക്കലിനും വേണ്ടിയാണ് ഹിന്ദുമത വിശ്വാസികൾ കൂടുതലും ആരാധിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ ഉത്ഭവം ശിവന്റെ 11ാമത്തെ രുദ്ര അവതാരമായി കണക്കാക്കുന്നു. നമ്പർ 4, ലോർഡ് വിഷ്ണു. ഹിന്ദുമതത്തിലെ പ്രധാന ദേവന്മാരിൽ ഒരാളും വൈഷ്ണവ പാരമ്പര്യത്തിലെ പരമോന്നത വ്യക്തിയുമാണ് ഭഗവാൻ വിഷ്ണു. സംരക്ഷകൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ത്രിമൂർത്തികളിൽ ഒരാളാണ്. സൃഷ്ടാവായ ബ്രഹ്മാവനും സംഹാരകനായ ശിവനുമൊപ്പം പ്രപഞ്ചക്രമവും നീതിയും അദ്ദേഹം നിലനിർത്തുന്നു. മനസ്സിനെയും മനസ്സിന്റെ അഹങ്കാരത്തെയും നശിപ്പിക്കുക, നല്ല വഴിക്ക് നടത്തുകയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. നമ്പർ 3, ലോർഡ് സൂര്യ. പ്രകാശത്തിന്റെയും ജീവന്റെയും പ്രപഞ്ച ഊർജത്തിന്റെയും ഉറവിടമായി ആദരിക്കപ്പെടുന്ന പരമോന്നത ഹിന്ദു സൂര്യദേവനാണ് ഇദ്ദേഹം. നവഗ്രഹങ്ങളുടെ അധിപനും കൂടിയാണ് സൂര്യദേവൻ. അദ്ദേഹം കശ്യപ മുനിയുടെയും അതിഥി ദേവിയുടെയും മകനാണ്. കൂടാതെ യമൻ, ശനി, യോദ്ധാവ്, കർണൻ തുടങ്ങിയ പ്രധാന പുരാണ കഥാപാത്രങ്ങളുടെ പിതാവുമാണ്. നമ്പർ 2, ലോർഡ് ശിവ. ഹിന്ദുമതത്തിലെ പ്രധാന പാരമ്പര്യങ്ങളിൽ ഒന്നായ ശൈവമതത്തിലെ പരമോന്നത വ്യക്തിയാണ് അദ്ദേഹം. നാശത്തിന്റെ ദൈവമെന്നും കാലത്തിന്റെയും യോഗയുടെയും ധ്യാനത്തിന്റെയും കലകളുടെ ദൈവമെന്നും ശിവനെ അറിയപ്പെടുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ഉൾപ്പെടുന്ന ഹിന്ദു ത്രിമൂർത്തികളിൽ സംഹാരകൻ എന്നാണ് ശിവൻ അറിയപ്പെടുന്നത്. നമ്പർ 1, ലോർഡ് കൃഷ്ണ. ഹിന്ദുമതത്തിലെ ഏറ്റവും ആദരണീയരായ ദേവന്മാരിൽ ഒരാളാണ് ശ്രീകൃഷ്ണൻ. വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമായും പരമദൈവമായും കൃഷ്ണൻ ആരാധിക്കപ്പെടുന്നു. കരുണയുടെയും ആർദ്രതയുടെയും സ്നേഹത്തിന്റെയും ദേവനായ അദ്ദേഹം ഇതിഹാസമായ മഹാഭാരതത്തിന്റെ കേന്ദ്ര കഥാപാത്രമാണ്. മധുരയിൽ ജനിച്ച അദ്ദേഹം ദ്വാരകയുടെ സ്ഥാപക രാജാവും കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.